വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മാങ്ങാ പച്ചടി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കിളിച്ചുണ്ടൻ മാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില, 2 പച്ചമുളക്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് കൂടുതലാണെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം. നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിലും ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. മാങ്ങയൊക്കെ ഞാനൊന്ന് കഴുകിയെടുക്കുവാണേ. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് അതിൻ്റെ പുറത്തെ ചുവടൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാങ്ങയുടെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോയ മാങ്ങയല്ല, ഇത്തിരി ചെനച്ച മാങ്ങയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതിന് ഇത്തിരി പുളി കൂടുതലുള്ള മാങ്ങയാണ്. ഇനി നമുക്കിത് ഇതുപോലൊന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ മാങ്ങ വേവിക്കുന്നൊന്നുമില്ല, ഇത് നമുക്കൊന്ന് പച്ചയ്ക്ക് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഇത് ഇത്തിരിയും കൂടെ അങ്ങ് കുഞ്ഞായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ? ഇനി ഞാനിതെല്ലാം അരിഞ്ഞ് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, പച്ച കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ആ കടുക് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. കടുകൊന്ന് ചതച്ചെടുത്താൽ മതിയേ, അല്ലെങ്കിൽ കടുക് കഴിക്കും. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ കടുകിട്ട് കൊടുക്കാം. കടുകിട്ടിട്ട് അരയിൽ ചതക്കുക ചെയ്യാവുള്ളേ. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചൂടായപ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മളെ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ച മാങ്ങയില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്നും ഓണാക്കണ്ട കേട്ടോ. ഇനി ആ വെള്ളം കുറവാണെങ്കിൽ ആ ശകലം വെള്ളം വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു തൊട്ടുകൂട്ടാൻ പോലല്ലേ, അപ്പം വെള്ളം ചേർക്കാം. ഞാനിവിടെ ലേശം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കറിയൊക്കെ റെഡിയായി ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി കുറവുണ്ടെങ്കിൽ തൈര് ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് തൈരൊന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.